എഡ്ഡി പൊന്നു കൊടുത്ത നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തു. ആദ്യം ഫുൾ റിംഗ് ചെയ്ത് കട്ടായി. രണ്ടാമതും ട്രൈ ചെയ്തപ്പോൾ എടുത്തു. ഹലോ ഹലോ ആൻറ്റി, എൻ്റെ പേര് അഡ്വിൻ. ഞാൻ അന്നമോളുടെ ഫ്രണ്ട് നോഹയുടെ അങ്കിളാണ്. ആഹാ, നോഹയുടെ അങ്കിളാണോ? എന്താ പ്രത്യേകിച്ച്, എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് ആൻറ്റി, ഇന്ന് നോഹമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്കൊരു നിർബന്ധം, അന്നയമ്മത്തൊരു ഐസ്ക്രീം കഴിക്കണമെന്ന്. അതെയോ? ആ ആൻറ്റി, പാവം പപ്പിയും മമ്മിയില്ലാത്ത കുട്ടിയല്ലേ. അവളുടെ എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുന്നത് ഒരു അങ്കിളായ എൻ്റെ ഡ്യൂട്ടി ആണല്ലോ. അവൾക്ക് അന്നമോളെ ജീവനാ. എപ്പോഴും അന്നമോളുടെ കാര്യം പറയാനേ നേരം കാണത്തുള്ളൂ, കൂടെ ആൻറ്റിയുടെയും. എൻ്റെയോ? എന്നെ അതിനാ കുട്ടിക്ക് അറിയോ? അറിയോന്നോ? അന്നമോൾ എപ്പോഴും ആൻറ്റിയെക്കുറിച്ച് പറയൂത്രേ. മമ്മി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ജോളി ടൈപ്പാണ്. മക്കളെന്ന് വെച്ചാൽ ആൻറ്റിക്ക് ജീവനാണെന്ന്. ആൻറ്റി മക്കളെ വഴക്ക് പറയാറേ ഇല്ല. തെറ്റ് ചെയ്താൽ അതിൻ്റെ ശരിക്കുള്ള കാരണം അന്വേഷിച്ച് ന്യായമാണെന്ന് തോന്നിയാൽ മാത്രമേ ആൻറ്റി കുട്ടികൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. അന്നമോളുടെ റോൾ മോഡൽ പോലും ആൻറ്റിയാണ്. എഡ്ഡി തള്ളി മറിക്കുവാണ്. ഇത് കേട്ട ജിസ്മി, ഷോ, ഈ കുട്ടിയുടെ ഒരു കാര്യം സംഭവം ഉള്ളതാണേലും എനിക്ക് ആരും ഇങ്ങനെ എന്നെ പൊക്കി പറയുന്നത് ഇഷ്ടമില്ലെന്ന്. എന്ത് ചെയ്യാം, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇത് കേട്ടതും എഡ്ഡി ചിരി അടക്കി പിടിച്ച് നിന്നു. അല്ല, നിങ്ങൾ കാര്യം പറഞ്ഞില്ല. അതെ ആൻറ്റി, ഞാൻ പറഞ്ഞല്ലോ പപ്പയും അമ്മയില്ലാത്ത കുട്ടിയാണെന്ന്. പാവത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നോഹയുടെ കൂടെ അന്നയും പൊന്നുവിനെയും കൂട്ടി ഐസ്ക്രീം കഴിക്കാൻ ചെന്നു. ഞാൻ അന്നേരം ചോദിക്കാൻ വേണ്ടി ആൻറ്റിയെ വിളിച്ചതാ, പക്ഷെ ഔട്ട് ഓഫ് കവറേജ് ഏരിയയായിരുന്നു. അതൊന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ വിളിച്ചതാ. ഓ, അത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ലെന്ന്. അതല്ല ആൻറ്റി, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ നേരം അന്നയുടെ ചേച്ചി ഡെൽമ അവിടെ വന്നായിരുന്നു. അവൾ ഞങ്ങളെ കണ്ട് തെറ്റിദ്ധരിച്ചു. ഞാൻ പിള്ളേരെയും കൊണ്ട് മനഃപൂർവ്വം കറങ്ങിയെന്നാണ് ആ കുട്ടി കരുതിയത്. ഞാൻ എന്തേലും പറയുന്നതിന് മുന്നേ ആ കുട്ടി എന്നെ കുറേ ചീത്തയും വിളിച്ച് പോന്നു. സത്യം പറയാലോ, ആ കുട്ടി പറയുന്നതൊക്കെയും കേട്ടപ്പോഴേ എനിക്ക് നല്ലോണം വിഷമമായി. ആ കുട്ടിക്ക് ആൾക്കാരോട് പെരുമാറാൻ പോലും അറിയില്ല. ഞാൻ നോഹമോളെ ഹാപ്പിയാക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പാവം മമ്മിയും പപ്പയും ഇല്ലാത്ത കൊച്ചല്ലേ. അതെയോ? സോറി മോനെ, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവൾ അങ്ങനെയാണ്, ആരോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും അവൾക്കറിയില്ല. സോറി മോനെ. ഇറ്റ്സ് ഓക്കെ ആൻറ്റി. എന്നാൽ കുട്ടിയോളെ വഴക്ക് പറയല്ലേ. ആൻറ്റി പറയില്ല എന്നറിയാം. ആൻറ്റിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്ന്. അല്ല മോനെ, നോഹമോളുടെ പപ്പയ്ക്കും മമ്മിക്ക് എന്നാ പറ്റിയതാ? അതൊരു വലിയ കഥയാണ് ആൻറ്റി. ചുരുക്കി പറയാൻ പറ്റുമോ? അയ്യോ ആൻറ്റി, പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരു ദിവസം നേരിൽ കാണുകയാണെങ്കിലേ ഞാൻ ആ കരളലിയിപ്പിക്കുന്ന സ്റ്റോറി മുഴുവനായും പറയാം ആൻറ്റി. ശരി മോനെ. ആൻറ്റി, ഞാൻ വെക്കുവാണേ. ആൻറ്റിയോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഭാഗ്യമായി കാണുന്നു എന്ന് പറഞ്ഞ് എട്ടി ചിരി അടക്കി പിടിച്ച് കോൾ ഡിസ്കണക്ട് ചെയ്തു. ഇതേ സമയം ഡെൽമയുടെ വണ്ടിയുടെ പിറകിലിരുന്ന് വീട്ടിലേക്ക് പോകുവാണ് അന്നയും പൊന്നൂസും. ഡി നോക്കിക്കോടി, രണ്ടും ഇന്നത്തോടെ തീർന്ന്. കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നു. അയാൾ ആരാണെന്നറിയോ? ഗുണ്ടയാണ്, ഗുണ്ട. പിന്നെ ഉണ്ട ചേട്ടൻ പാവ. ഒരു ചോട്ടൻ. വീട്ടിലെത്തിക്കോട്ടെ, ഇന്നത്തോടെ രണ്ടിനെയും കഥ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ഡെൽമ ദേഷ്യത്തോടെ വണ്ടി അവളുടെ വീട്ടിലേക്ക് വിട്ടു. മമ്മി, മമ്മി ഇങ്ങ് വന്നേ. ഡെൽമ വിളിച്ചു കൂവുന്നത് കേട്ടിട്ടാണ് അവരുടെ മമ്മി അങ്ങോട്ട് വന്നത്. എന്നതാടി പെണ്ണെ നീ ഇങ്ങനെ തൊള്ള കീറുന്നത്? ഇതാ കണ്ടില്ലേ, ട്യൂഷന് പോവേണ്ടിയിരുന്ന രണ്ടിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കേ. ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പപ്പിയും മമ്മി ഇല്ലാത്ത കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ. കർത്താവ് ആ കൊച്ചിന് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലേ. ജിസ്മിൻ നെടുവേർപ്പെട്ടു. മമ്മി എന്ത് തേങ്ങയായി പറയുന്നത്? ആർക്ക് പപ്പയും മമ്മി ഇല്ലെന്ന്? നിന്റെ അമ്മൂമ്മക്ക്. ദേ ചിക്കു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കെട്ടിച്ച് വിടാറായ പെണ്ണ. പുറത്തുള്ള ആൾക്കാരോട് നിനക്ക് നല്ല രീതിയിൽ പെരുമാറിക്കൂടെ? ഈ പിള്ളേർ ആ നോഹമോളുടെ അങ്കിളിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി, അത്രയല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അത്രയല്ലേ ഉള്ളൂന്നോ? മമ്മി, മമ്മി ഇത് എന്തറിഞ്ഞിട്ടാ? കുന്തം. അന്നമോളെ, നീ പറഞ്ഞതൊക്കെയും ഞാൻ അറിഞ്ഞു. ഷോ, മമ്മിയാണ് മോളുടെ റോൾ മോഡൽ എന്നറിഞ്ഞപ്പോഴേ മമ്മി ശരിക്കും ഞെട്ടിപ്പോയി. മോൾക്ക് കുടിക്കാൻ പാലെടുക്കട്ടെ. ഇതൊക്കെ കണ്ട് ഡെൽമ ആകെ കിളിപോയി നിൽക്കുവാണ്. പൊന്നുവിൻ്റെ കാര്യം ഏകദേശം പിടികിട്ടി. എൻ്റെയും റോൾ മോഡൽ മമ്മിയാ. പൊന്നുവും തട്ടിവിട്ടു. ആണോ? എന്നാൽ മോൾക്കും തരാട്ടോ പാല്, ജിസ്മി പൊന്നുവിനോടും പറഞ്ഞു. ഇതൊക്കെ കണ്ടു ഡെൽമ. മമ്മി, എനിക്കില്ലേ പാല്? നിനക്കോ? മുറ്റത്ത് കാടിവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്, പോയി കുടിച്ചോ എന്ന് പറഞ്ഞ് ജിസ്മി മുഖവും തിരിച്ചു ഒരു നടത്തം നടന്നു. 2 ദിവസത്തിന് ശേഷം ഡെൽമയെ സാരിയൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കുവാണ് ഏഞ്ചൽ. മതി എൻ്റെ ചേച്ചി. ചിക്കു, ലൈറ്റായിട്ട് ഇത്തിരി മേക്കപ്പ് ഇടാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മതി. ഡി, ആ കണ്ണെങ്കിലും ഒന്ന് എഴുതിയേക്ക്. വേണ്ട, ഈ വരുന്ന തെണ്ടിക്ക് മുന്നിൽ നിൽക്കാൻ ഇത് തന്നെ ധാരാളം. ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ലക്ഷ്യം കാണാതെ എനിക്ക് കല്യാണം വേണ്ടെന്ന്. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ തേച്ചു. പപ്പ വിളിക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് മമ്മി അകത്തോട്ട് വന്നത്. ഡി പെണ്ണെ, നിനക്ക് വയസ്സ് എത്രയാണെന്ന വിചാരം? 23. ഇതിനിടയിൽ ആവശ്യമില്ലാതെ വേറെ കോഴ്സ് ചെയ്ത് 3 വർഷം കളഞ്ഞു ഓടിച്ചു. ഇനിയിപ്പോൾ നീ IAS നേടിക്കഴിയുമ്പോൾ നിന്റെ മൂക്കിൽ പല്ല് വരും. കല്യാണം കഴിഞ്ഞാലും നിനക്ക് നിന്റെ ലക്ഷ്യമൊക്കെ നേടാൻ പറ്റും.
കാരണം പയ്യന് IPS ആണ്. അതുകൊണ്ട് ആളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിനക്കുണ്ടാവും. IPS ആണോ? എങ്കിൽ അവൻ കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായും തേക്കും. അവന് ഈഗോ അടിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കോ, ഞാനിത് മുടക്കും. എന്നാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. മോളെ, നീ അവളുടെ കണ്ണൊന്ന് എഴുതി കൊടുത്ത് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്ക് എന്ന് മമ്മി ഏഞ്ചലിനെ നോക്കി പറഞ്ഞതും ഏഞ്ചൽ ഡെൽമയെ സിമ്പിൾ ഓർണമെൻറ്റ്സ് ഒക്കെ അണിയിച്ച് ഒന്നുകൂടി സുന്ദരിയാക്കി. ഇതേസമയം എഡ്ഡിയും അമ്മച്ചിയും അപ്പച്ചനും ഒരു കാറിലും എഡ്ഡിയുടെ ബ്രദർ ഡോക്ടർ ഡെയിനും ഭാര്യ ജീനയും മകൾ എസ്തറും സോഫിയും നോഹയും മറ്റൊരു കാറിലും ഡെൽമയുടെ വീടിന് മുന്നിലെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ എഡ്ഡി ചുറ്റും നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ എന്തോ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തു. വീടിന് ചുറ്റും ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ബ്രിക്സിന്റെ ഗ്യാപ്പിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. മുറ്റത്തിൽ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോണിനിടയിൽ പലതരത്തിലുള്ള ചെടികളുണ്ട്. വീടിന് മുകളിലെ നിലയിൽ പല നിറത്തിലുള്ള ബൊഗൈൻവില്ല ചെടികൾ ചട്ടികളിലായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പൂവിട്ട് നിൽക്കുന്ന സീസൺ ആണല്ലോ, അതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ്. സിറ്റ് ഔട്ടിൽ വളരെ ഭംഗിയായി കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കൂടെ വുഡൻ ചെയറും കുഞ്ഞു ടീപ്പോയും. അവരെല്ലാവരെയും ഡെൽമയുടെ അങ്കിൾ സ്വീകരിച്ച് അകത്തിരുത്തി. പപ്പ ഗൾഫിലായതുകൊണ്ട് അങ്കിളാണ് മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അങ്കിള്, മമ്മി, ഏഞ്ചൽ എല്ലാവരും കൂടി എഡ്ഡിയോടും ഫാമിലിയോടും സംസാരിക്കുവാണ്. അന്നേരമാണ് പൊന്നുമൊന്നിയും എല്ലാം എത്തി നോക്കുന്നത്. എഡ്ഡിയെ കണ്ട് ഇരുവരും കിളിപ്പോയി നിൽക്കുവാണ്. ചിക്കു ചേച്ചി പയ്യനെ കാണുമ്പോൾ എന്താവോ എന്തോ എന്ന് മനസ്സിൽ പറഞ്ഞു അവർ മെല്ലെ എസ്കേപ്പ് അടിച്ചു. കാരണം ഇപ്പോൾ പരിചയം പുതുക്കലേ ചിലപ്പോൾ തടികേടാക്കിയെന്ന് വരാം. അതും മനസ്സിൽ കരുതി രണ്ടും ആ ഭാഗത്ത് വന്നതേയില്ല. അല്ല, കൊച്ചിനെ കണ്ടില്ലല്ലോ എന്നുള്ള ക്ലീഷേ ഡയലോഗ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് തളിച്ചിരുന്നല്ലേ. പെണ്ണിനെയും കണ്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോവായിരുന്നു എന്ന് വിചാരിക്കുവാണ് എഡ്വിൻ. അപ്പോഴാണ് അവൻ്റെ മനസ്സ് വായിച്ച പോലെ അമ്മച്ചി അത് പറയുന്നത്. അത് കേട്ടതും ഏഞ്ചൽ ഡെൽമയും കൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നു. ഡെൽമയാണെങ്കിൽ ഒടുക്കത്തെ നാണവും ഒക്കെ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ പയ്യൻ്റെ മുഖത്ത് നോക്കാതെ താഴോട്ട് നോക്കി നിൽപ്പാണ്. കാലുകൊണ്ട് കളം വരച്ച് കുളമാക്കാഞ്ഞത് ഭാഗ്യം. കുട്ടിയുടെ മുഖവും അവളുടെ ഓവർ എക്സ്പ്രഷനും നാണവും ഒക്കെ കണ്ട് എഡ്ഡിയും കിളിപോയി നിൽക്കുവാണ്. കുട്ടിയെ കണ്ടതും എഡ്ഡി സോഫിയെ തറപ്പിച്ച് നോക്കി. സോഫിയാണെങ്കിൽ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലിരിപ്പാണ്. അവൻ അമ്മച്ചിയെ പതുക്കെ തോണ്ടി ചോദിച്ചു, ഇതാണോ തങ്കക്കുടം? ഇത് ആറ്റം ബോംബാണ്, ആറ്റം ബോംബ്. ഒന്ന് പതുക്കെ പറയട്ടിയേ. മോളെ നാണിക്കണ്ട, പയ്യനെ നോക്കിക്കോളൂ എന്ന് അവളുടെ അങ്കിള് പറഞ്ഞതും ഏഞ്ചൽ അവളെ ഒന്ന് തോണ്ടി. അന്നേരം അവൾ തല ഉയർത്തി നോക്കി. ഒന്ന് നോക്കിയതേ ഓർമ്മയുള്ളൂ. കൊച്ചിൻ്റെ കിളി രാജ്യം വിട്ടു പോയി. പിന്നെ സോഫി മാഡത്തിനെ ദയനീയമായി നോക്കി. കൊച്ചു ഞെട്ടുമെന്ന് വേണ്ട, ഇവൾ വഴിയൊന്നുമല്ല ഈ പ്രപ്പോസൽ. മോൻ്റെ അപ്പച്ചനും മോൻ്റെ പപ്പയും ഫ്രണ്ട്സാണ്. ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ സോഫി മോൾ കൂടി അറിയാമെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഡെൽമ ആകെ പെട്ടിരിക്കുക. സോഫി മാഡം ഉള്ളതുകൊണ്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ബാക്കി എല്ലാവരും സ്നേഹത്തോടെ അവളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. എഡ്ഡിയുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ ഇരിക്കുവാണ്. മമ്മി കുടിക്കാൻ കൊണ്ടുവന്നതും ഡെൽമ എല്ലാവർക്കും അതെടുത്ത് കൊടുത്തു. എഡ്ഡിക്ക് കൊടുക്കാൻ നേരം ഒരു ലോഡ് പൂച്ചങ്ങ് വാരി വിതറി. പെണ്ണിനും ചെറുക്കനും എന്തേലും സംസാരിക്കാൻ എന്നാരോ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. എഡ്ഡി ചാടിക്കയറി പറഞ്ഞു, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇത് കണ്ട് എല്ലാവരും വായും പൊളിച്ച് നിൽപ്പാണ്. അങ്ങനെ ഇരുവരും ഗാർഡൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കുവാണ്. ഹേ മിസ്റ്റർ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? എന്തോന്ന് തേങ്ങയായി താനീ പറയുന്നത്? എന്നെ കണ്ടിട്ട് തനിക്ക് പ്രേമം തോന്നി ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടതും എട്ടി പൊട്ടി ചിരിച്ചു പോയി. പ്രേമം? അതും നിന്നോട്? നീ അതിന് മനീഷാക്ക ഒരാളാണല്ലോ. ഇയാൾ പലതവണയായി ഇതും പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. എനിക്കറിയാം എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ടെന്ന്. താനും നോക്കിക്കേ, ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നും പറഞ്ഞവൾ സാരിയൊക്കെ ശരിയാക്കി നിന്ന് അവൻ മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കി. ശരിയാണ്, ഒടുക്കത്തെ ഗ്ലാമറാണ് പെണ്ണിന്. എന്തിട്ടാലും ഇണങ്ങും. അതാണ് പെണ്ണിൻ്റെ ഫിഗർ. എന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, എഡ്ഡി മനസ്സിൽ വിചാരിക്കുവാണ്. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. മനോഹരമായി കണ്ണെഴുതിയത് കൊണ്ട് ആ കണ്ണുകൾ പതിവിലും അധികം തിളങ്ങുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവൻ ആ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. അവൾ അവനെ നോക്കിയതും തൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന എഡ്ഡിയാണ് കാണുന്നത്. ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കോർത്തു. ഇയാളെന്താ എന്നിങ്ങനെ നോക്കുന്നത്? ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിന് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും അടിപൊളി സാരി നീ എടുത്തതോടെ അതിൻ്റെ ഭംഗിയും പോയി കിട്ടി. ഒട്ടും കൊള്ളത്തില്ല. ഡോ, തൻ്റെ ഓന കോമഡി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത്. ഈ കല്യാണം നടക്കാൻ പാടില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. തന്നെ കിട്ടിയാൽ പിന്നെ ഒരിക്കലും നടക്കില്ല. എൻ്റെ കോൺസെപ്റ്റിലെ പാർട്ട്ണർ ആവാനായി ഇയാൾക്ക് പറ്റില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ഇഷ്ടപ്പെടാൻ ഇയാൾക്ക് പറ്റില്ല. അത് ഇയാൾക്കെന്നല്ല ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വട്ടാണെന്നേ പറയുള്ളൂ. ഡെൽമയുടെ ശബ്ദം ചെറുതായി ഇടറി. അതവൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്താണ് തന്നെ ഇഷ്ടങ്ങൾ? ഞാനൊന്ന് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്നാ കേട്ടോളൂ. എനിക്ക് മഴ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പാർട്ട്ണർക്ക് മഴ ഇഷ്ടമായിരിക്കണം.
മഴയുള്ള രാത്രികളിൽ എന്നോടൊപ്പം മഴയിൽ അലിഞ്ഞു ചേരാനും. ഇത് കേട്ടതും എട്ടിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അത് വിദഗ്ധമായി അവൻ മറച്ചു പിടിച്ചു. ആ പഷ്ട്, എനിക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല, പിന്നെ ആ മഴ നനയുന്നത്. എഡി തട്ടിവിട്ടു. നെക്സ്റ്റ് പോരട്ടെ. എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഡെൽമ അത് പറഞ്ഞതും എട്ടി മനസ്സിൽ പറഞ്ഞു. എനിക്കും. ഡെൽമ തുടർന്നു. വായനയുടെ ഇടയിൽ ഭൂമി കുലുങ്ങിയാൽ പോലും ഞാൻ അനങ്ങില്ല. എന്നെ ആരും ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല എന്ന് സാരം. കേട്ടല്ലോ. എൻ്റെ പാർട്ട്ണർ ഓവറായി സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കതിനോട് താല്പര്യം വളരെ കുറവാണ്. കാരണം ഞാൻ സോഷ്യൽ മീഡിയ വളരെ വിരളമായി യൂസ് ചെയ്യാറുള്ളൂ. ഉദാഹരണത്തിന് ഇന്നൊരാൾ വാട്സാപ്പ് വഴി എനിക്കൊരു മെസ്സേജ് ഇട്ടെന്ന് കരുതുക. അതിൻ്റെ റിപ്ലൈ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും കിട്ടുക. ഞാൻ അത്രയ്ക്കും ഫാസ്റ്റാണേ. അക്കാര്യം പറഞ്ഞ് എന്നെ ചൊറിയാൻ പാടില്ല. ചൊറിച്ചിലേ എനിക്ക് തീരെ ഇഷ്ടമില്ല. എന്നെയും എൻ്റെ താല്പര്യങ്ങളെയും ഇഷ്ടപ്പെടണം, അതിന് വില കൽപ്പിക്കണം. ഒരു പാർട്ട്ണർ എന്നതിലുപരി എനിക്ക് ഫ്രണ്ടായിരിക്കണം. ചില സമയങ്ങളിൽ എൻ്റെ മമ്മിയെ പോലെ കെയർ ചെയ്യണം. അതേത് സമയമാണ് എഡി ഇടയിൽ കയറി. അങ്ങനെ ചില സമയമുണ്ട്. എന്നാൽ ശരി, ബാക്കി പറ. എന്നോട് ഒരു കാര്യത്തിലും നോ പറയാൻ പാടില്ല. ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ. തിരിച്ചും ആളുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഞാൻ ഓവറായി ഇടപെടില്ല. പരസ്പരം ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ എൻ്റെ ലക്ഷ്യം നേടാൻ എൻ്റെ കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ പപ്പിയെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നെ സ്നേഹിക്കണം, കെയർ ചെയ്യണം. ഇത് കേട്ട എഡി, പിന്നെ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയാണ്. എന്നെ സ്നേഹിക്കാനും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനും എനിക്ക് വെച്ച് വിളമ്പാനും എൻ്റെ കൊച്ചുങ്ങളെ പ്രസവിക്കാനും അത് എത്രയും പെട്ടെന്ന്. അങ്ങനെ ഒരു പെണ്ണ്. അല്ലാതെ നീ കളക്ടറായിട്ട് വേണം ഇപ്പം എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയാൻ. എഡി ചിരി ഉള്ളിലൊതുക്കി പറഞ്ഞു. ഡോ, അതല്ലേ പറഞ്ഞത് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് താൻ പറയണം എന്നെ ഇഷ്ടമായില്ലെന്ന്. അതിന് പറയാൻ എന്തിരിക്കുന്നു, എനിക്കൊട്ടും ഇഷ്ടമായില്ല. പിന്നെ നിനക്കും പറയാമല്ലോ എന്നെയും വേണ്ട എന്ന്. അത് പറ്റില്ല. സോഫിയ മാം എന്ത് കരുതും? അതുകൊണ്ട് പ്ലീസ് ഒന്ന് പറയൂ എന്നെ ഇഷ്ടമായില്ലെന്ന്. ഞാൻ പറഞ്ഞോളാം, പറഞ്ഞല്ലേ പറ്റൂ എന്നും പറഞ്ഞവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എൻ്റെ കർത്താവേ, ഇതിപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ ഈ കുരിപ്പിൻ്റെയും. ഇത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാണാനും കൊള്ളാം. ഇതുപോലെ എല്ലാം ഒത്തിട്ട് ഇനി കിട്ടുമോയെന്നറിയില്ല. പക്ഷെ എന്നോടുള്ള പെണ്ണിൻ്റെ പെരുമാറ്റം ഭയങ്കര മോശമാണ്. ഇത് അമ്മച്ചോട് എന്നാ പറയും? യെസ് ഓർ നോ? അങ്ങോട്ട് പറയുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് എഡി എല്ലാവരുടെ അടുത്ത് വന്നിരുന്നു. പിറകെ ഡെൽമയും. മോനെ, നിനക്ക് മോളെ ഇഷ്ടമായല്ലോ അല്ലേ? അമ്മച്ചി പ്രതീക്ഷയോടെ എഡിയെ നോക്കി. ഇവിടെ നിന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ലെന്ന് പറയില്ലല്ലോ എന്നുള്ള അമ്മച്ചിയുടെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ അമ്മച്ചിയോടാ അവൻ്റെ കളി. അല്ല പിന്നെ. എനിക്കിഷ്ടമായി അമ്മച്ചി. എനിക്ക് മാരേജിന് സമ്മതം, 100 വട്ടം സമ്മതം. എഡിയുടെ ഭാഗത്തു നിന്ന് ഇത് കേട്ടതും സോഫിയും ഡെയിനും ജീനയും അപ്പച്ചനും അമ്മച്ചിയൊക്കെയും അതിശയിച്ച് നിൽപ്പാണ്. ഡെൽമയാണെങ്കിൽ ചതിയാ വാർപ്പ് മേസ്ത്രി, നീ എന്നെ ചതിച്ചു അല്ലേ എന്ന പോലെ അവനൊന്ന് നോക്കി പേടിപ്പിച്ചു. അന്നേരമാണ് ജിസ്മി അന്നയും പൊന്നുവിനെയും പൊക്കിക്കൊണ്ട് വന്നത്. മോനിവരെ അറിയോ? ജിസ്മി ചിരിയോടെ ചോദിച്ചു. ആൻറ്റി, അത് ഞാൻ. എഡിക്ക് എന്ത് പറയണമെന്നറിയാതെ. സോഫിയല്ലേ നോഹമോളുടെ മമ്മി? ജിസ്മി ചിരിയോടെ ചോദിച്ചു. അതേലോ, സോഫിയാണ് മറുപടി പറഞ്ഞത്. ആൻറ്റി നാട്ടിക്കരുത്, ഇവർക്ക് വഴക്ക് കിട്ടണ്ടല്ലോ എന്ന് കരുതി ഞാനന്ന് ചുമ്മാ. എന്നാലേ ഞാൻ അന്ന് ആളെ മനസ്സിലായിട്ട് തന്നെയാണ് സംസാരിച്ചത്. സോഫി ചിക്കുവിൻ്റെ പ്രിയപ്പെട്ട മാമാണല്ലോ. സോഫിയുടെ ബ്രദറാണ് പയ്യനെന്ന് പ്രപ്പോസൽ വരാൻ നേരം ചേട്ടൻ പറഞ്ഞിരുന്നു. അന്ന മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നോഹ സോഫിയുടെ മോളാണെന്നും അറിയായിരുന്നു. അന്ന് മോൻ വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായതാ. പിന്നെ ഞാൻ മോനൊരു കമ്പനി തന്നതല്ലേ, അങ്ങോട്ട് തകർത്ത് അഭിനയിച്ചു. ആണല്ലേ? എഡി ചമ്മിയ ചിരിയങ്ങ് പാസ്സാക്കി. എല്ലാവരും കാര്യം അറിയാതെ അങ്ങനെ ഇരിപ്പാണ്. എന്നാൽ ആൻറ്റി ഇവർക്കൊക്കെ ആ സ്റ്റോറി അങ്ങ് പറഞ്ഞു കൊടുക്ക്. എനിക്കൊരു അർജൻറ്റ് കോൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് എഡി മെല്ലെ എസ്കേപ്പായി. ഇത് കണ്ട ഡെൽമ ആരും കാണാതെ അവൻ്റെ പിറകെ വെച്ചിടിച്ചു. എഡി ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞതും ദേ നിൽക്കുന്ന കത്തുന്ന മിഴുകളോടെ ഡെൽമ അവളെ നോക്കി പുരികം പൊക്കി എന്താ എന്ന പോലെ ചോദിച്ചു. ഇയാളെന്തിനാ അങ്ങനെ പറയാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണമെന്ന്. നിനക്കിഷ്ടപ്പെട്ടില്ലേ നീ പറ, എനിക്ക് പറ്റത്തില്ല ചുമ്മാ കള്ളം പറയാൻ. എന്ന് വെച്ചാൽ ഇയാൾക്ക് എന്നെ ഇഷ്ടമായി എന്നാണോ? ഇഷ്ടമായി, പെരുത്തിഷ്ടായി. പ്രത്യേകിച്ച് ഈ കണ്ണുകൾ. സത്യം പറയാലോ, ഈ കണ്ണ് ആദ്യമായി കണ്ടപ്പോഴേ എനിക്കൊരു സ്പാർക്ക് അടിച്ചതാ. ആഹാ, താൻ മാത്രം അത് തീരുമാനിച്ചാൽ മതിയോ? എനിക്ക് ഇയാൾ ഒട്ടും ഇഷ്ടമായില്ല. എസ്പെഷ്യലി ഇയാളുടെ കാഴ്ചപ്പാടുകൾ. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. അത്ര പെട്ടെന്ന് വേണമെന്നില്ല, നമുക്കൊരു 6 മാസം കഴിഞ്ഞ് നോക്കാമല്ലേ? പോടാ, അതൊന്നും നടക്കില്ല. എനിക്ക് പഠിക്കണമെന്നല്ലേ പറഞ്ഞത്. കൂടുതൽ പഠിച്ചിട്ട് ഇപ്പം എന്നാ ചെയ്യാനാ? നമുക്ക് റൊമാൻസൊക്കെ അങ്ങ് അടിച്ചു പൊളിക്കാന്നേ. ഇയാളെന്താ ഇങ്ങനെ? ഇയാളുടെ പെങ്ങളെ ലോ കോളേജ് പ്രൊഫസറാണല്ലോ, ചേട്ടൻ്റെ ഭാര്യ ഡോക്ടറും. എന്നിട്ട് എന്നെ ഇയാൾക്ക് വെച്ച് വിളമ്പാൻ നിർത്തണമല്ലേ? നടന്നു തന്നെ ഒന്ന് പോയേ.
അതൊക്കെ അവരുടെ കെട്ടിയമ്മയുടെ ഇഷ്ടമല്ലേ. ഞാൻ പറഞ്ഞത് എൻ്റെ സങ്കല്പത്തിൽ കെട്ടിയോൾ ഇങ്ങനെ ആയിരിക്കണമെന്നാണ്. പിന്നെ ഞാൻ നേരത്തെ ഒന്ന് പറയാൻ വിട്ടുപോയി. ഞാൻ എന്നും രാവിലെ പോകാൻ നേരം എനിക്കൊരു ഉമ്മയും തന്ന് ഗേറ്റ് വരെ വന്ന് എനിക്ക് ടാറ്റയും കൂടി തരണം കേട്ടോ. എന്ത് രസമായിരിക്കും അല്ലേ. അയ്യേ, എന്തൊരു പൈങ്കിളി. ഇയാൾക്ക് ആരാണാവോ IPS തന്നത്? കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ചതാണല്ലേ. നിന്റെ കുഞ്ഞമ്മയുടെ കെട്ടിയോൻ തന്നതാ. ഒന്ന് പോടി. ഇനി എഡ്വിൻ ഫിലിപ്പിന് മറ്റൊരു വാക്കില്ല. ഈ കണ്ണുകളെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പതിഞ്ഞു പോയി. അതുകൊണ്ട് തയ്യാറായിക്കോ എഡ്വിൻ്റെ മിന്നി കഴുത്തിലാണ് ഞാൻ, കൂടെ എൻ്റെ കൊച്ചുങ്ങളുടെ തള്ളയാവാനും. വാവേ, എന്നാ ചേട്ടൻ പോകുവാണേ. ഐ ലവ് യു എന്ന് പറഞ്ഞാരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ കവിളിൽ അമർത്തി മുത്തി. ഡെൽമയാണെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാതെ സ്റ്റാച്ചു ആയി നിൽപ്പാണ്. സ്വബോധം വീണ്ടെടുത്ത ഡെൽമ അവനെ ഒന്ന് ദഹിപ്പിച്ച് നോക്കി. അവൻ അന്നേരം അവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. പിറ്റേ ദിവസം രാത്രി നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഡെൽമ ഫോൺ എടുത്ത് നോക്കുന്നത്. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഈ നേരത്തെ ആർക്കാണ് ഇത്ര അത്യാവശ്യം എന്നും പ്രാഗിക്കൊണ്ട് ഡെൽമ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ വാവേ, ഉറങ്ങിയോ? ആളുടെ വാവേ വിളിയും ശബ്ദവും കേട്ടപ്പോൾ ഡെൽമക്ക് മനസ്സിലായി അത് എഡ്ഡിയാണെന്ന്. ഇയാളെന്താ ഈ നേരത്ത്? അതല്ല, എന്നെന്തിനാ വാവേ വാവേന്ന് വിളിക്കുന്നത്? അതെനിക്കിഷ്ടമല്ല. പക്ഷെ എനിക്കെങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ. എനിക്ക് മനസ്സിലായിട്ടോ. ഈ പേര് പൊന്നൂസ് പറഞ്ഞു തന്നതായിരിക്കും അല്ലേ? എൻ്റെ പപ്പ വിളിക്കുന്നത് അങ്ങനെ. അത് വേറെ ആരും വിളിക്കണ്ട. ആണോ? അത് കുഴപ്പമില്ല. ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം. എനിക്കും കൂടി അതിൽ അവകാശം തരാൻ. ഇയാൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വട്ടപ്പേരുണ്ടല്ലേ. ഞാൻ അറിഞ്ഞുവെല്ലാം. എന്ത് വൃത്തിക്കെട്ട പേരാണ് ഓരോന്നും. അയ്യേ, എഡ്ഡി ചുമ്മാ എറിഞ്ഞിട്ടു. കൊള്ളൂന്ന് നോക്കാലോ എന്ന് കരുതി. അപ്പോൾ പൊന്നൂസ് എല്ലാം പറഞ്ഞല്ലേ. എന്നാലും അയ്യേ, മോശം. അത് വെട്ടുടെൽമ എന്നവരെ ചുമ്മാ വിളിക്കുന്നതാ. ഞാൻ ആരെയും വെട്ടിയിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് കിറുക്കാണെന്ന് പറഞ്ഞാണ് അവരെ കിറുക്കത്തിയെ ഷോർട്ടാക്കി കിക്കിയെന്ന് വിളിക്കുന്നത്. അത് കേട്ടതും എഡ്ഡി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആഹാ, എത്ര മനോഹരമായ പേരുകൾ. ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ, പക്ഷെ കറക്റ്റായി കൊള്ളൂന്ന് കരുതിയില്ല. നൈസ് നെയിം. ദുഷ്ട, പോ അവിടുന്ന്. ഡെൽമ ചിണുങ്ങി. തൻ്റെ ചിണുങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുക. ദേ, പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ, കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനി എങ്ങാനും എന്നെ തൊട്ടാ നോക്കിക്കോ, തൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റും. ആഹാ, അങ്ങനെയാണോ? എന്നാലേ ഞാൻ നാളെ കോളേജിൽ വരുന്നുണ്ട്. അവിടെ വെച്ച് എന്നെ പബ്ലിക്കായി കിസ് ചെയ്യും, നോക്കിക്കോ. പിന്നെ അതിനിത്തിരി പുളിക്കും. ഒന്ന് വെച്ചിട്ട് പോയേ. വാശിയാണോ? അതെ, ശരിയാക്കി തരാട്ടാ. നാളെ ആയിക്കോട്ടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? പറ. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. തൻ്റെ കുഞ്ഞമ്മ പെറ്റ്. ആണോ? നല്ല കാര്യം. എടി പെണ്ണെ, ഇത്തിരി റൊമാൻറ്റിക് ആവ്. ഇവിടെ നമ്മുടെ മാരേജ് പെട്ടെന്ന് നടത്താനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അന്നേരം എനിക്ക് നിന്നെ മിസ് ചെയ്തു, അപ്പം വിളിച്ചതാ. പിന്നെ അതിന് മാത്രം ബന്ധം നമ്മൾ തമ്മിലുണ്ടല്ലോ. ഒന്ന് പോയ മനുഷ്യ. പ്രണയം തോന്നാൻ നിമിഷ നേരം മതി. അതറിയോ തനിക്ക്? താൻ ഇന്നലെ പറഞ്ഞ ചില വാക്കുകളെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി. കൂടെ തൻ്റെ മുഖവും. ഇന്നലെ ഇയാളെ കാണാനേ അടിപൊളിയായിരുന്നു. ശരിക്കും താനൊരു സുന്ദരിയാ. ഇതൊക്കെ കേട്ട് ഡെൽമ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഞാൻ വെക്കല്ലേ, നമുക്ക് സംസാരിക്കാന്നേ. എന്ത് സംസാരിക്കാൻ? എടോ, നമുക്ക് ഭാവിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാലോ. കല്യാണം, ഫസ്റ്റ് നൈറ്റ്, ഹണിമൂൺ, കുട്ടികൾ, എന്തോരം കാര്യങ്ങളുണ്ട്. അയ്യേ, ഇയാൾ പോലീസിന് അപമാനമാണല്ലോ. എന്തൊരു പൈങ്കിളിയാ. അങ്ങനെ പറയണ്ട. കാക്കിട്ടാലേ ഞാൻ പുലിയാണ്, പുലി. പിന്നെ ഞാനത് കണ്ടതാണല്ലോ. ഒരു ചളിയടി വീരൻ. വെച്ചിട്ട് പോയ മാഷേ. വെക്കല്ലേ, ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. പറ. എനിക്ക് അശ്വിനുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരണം. താൻ പറഞ്ഞ പോലെ പോലീസ് മുറിയില്ലാതെ മൈൻഡ് റിലാക്സ് ചെയ്ത് തുറന്ന് സംസാരിക്കാൻ പറ്റിയ പ്ലേസ്. സ്ഥലവും സമയവും തൻ്റെ ചോയ്സാണ്. ബട്ട് ഈവനിങ് ആയിട്ടും കൂടെ തന്നെയും പ്രതീക്ഷിക്കുന്നു. ഞാനില്ല. ഉണ്ടാവണം. ഗുഡ് നൈറ്റ്. ബാഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൾ ചിരിയോടെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു.